ഒരു പഴയ കഥയോടെ ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കാം. എവിടെയെങ്കിലും ഒരു സ്ത്രീക്ക് ഗർഭമായി കണ്ടാൽ അത് ഞമ്മളാണ് എന്ന് എട്ടുകാലി മമ്മൂഞ്ഞ് അന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് അതിനൊന്നും മേൽപ്പടിയാൻ ധൈര്യമില്ലായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് പലർക്കും ധൈര്യം വളരെ കൂടുതലാണ്. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രശസ്തമായ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ കഥയിലോട്ട് വരുന്നതിന് മുമ്പ് MSc നമ്മളെ ഞെട്ടിച്ച ഒരു ചെറിയ വാർത്ത കൂടി നൽകിക്കൊണ്ട് സെയിലിംഗ് കമന്ററി തുടരാം. ഒരു പ്രേക്ഷകൻ, എനിക്ക് തോന്നുന്നു ശ്രീജു ആണെന്ന് തോന്നുന്നു, നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു വിഴിഞ്ഞം ഷട്ടിൽ എന്ന് പറഞ്ഞൊരു സർവീസ് വരെ MSc തുടങ്ങി. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് പോയ അലിസി 3 എന്ന് പറയുന്ന വെസൽ ആ കാറ്റഗറിയിൽ പെടുന്നതാണ്. വിഴിഞ്ഞം, കാട്ടുപള്ളി, ഗംഗാവരം, തിരിച്ചു വിഴിഞ്ഞം, ആ റൂട്ടിലാണ് MSc ഇങ്ങനെ ഒരു വിഴിഞ്ഞം ഷട്ടിൽ എന്ന് പറയുന്ന ഒരു പുതിയ റൂട്ടല്ല, റൂട്ടിനൊരു പേര് നൽകി. നമ്മുടെ പദ്ധതിയോടുള്ള ഒരു ആദരവായിരിക്കാം അവർക്ക് അങ്ങനെ ഒരു പേര് നൽകാൻ തോന്നിച്ചത്. ഇവിടെ വേറെ ഉണ്ട്, ഇതുപോലുള്ള ഷട്ടിൽ സർവീസുകളുണ്ട്. ചിറ്റഗോങ് ഫീഡർ എന്ന് പറഞ്ഞൊരു സർവീസുണ്ട്. ഹാൽദിയ ഷട്ടിൽ, വിഴിഞ്ഞം ഷട്ടിൽ പോലെ ഹാൽദിയ ഷട്ടിലുണ്ട്. പിന്നെ ഇന്ത്യൻ പേരുകൾ, ഈ തുറമുഖത്തിൻ്റെ പേരിൽ ഒരുപക്ഷെ ഹാൽദിയ ആയിരിക്കാം വിഴിഞ്ഞത്തിന് പുറമേ ഉള്ളത് MScയുടെ. പിന്നെയുള്ളത് ഇൻഡസ് എക്സ്പ്രസ്, ഹിമാലയൻ എക്സ്പ്രസ്. നമ്മുടെ ഇവിടെ വന്ന വലിയ കപ്പലുകളെ കുറിച്ചും സർവീസിനെ കുറിച്ചുമാണ്. ഈ ഡ്രാഗൺ, ജെയ്ഡൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫീഡർ വെസലുകളെ കുറിച്ച് നമ്മൾ അധികം സംസാരിച്ചിട്ടില്ല. റെഗുലറായിട്ട് വരുന്ന ഫീഡർ സർവീസുകൾ ഇപ്പോൾ മിക്കവാറും എല്ലാ പോർട്ടുകളിൽ നിന്നും ഫീഡർ സർവീസ് വെസലുകൾ ഇവിടെ ഉണ്ട്. ആ ഒരു ഗണത്തിലാണ് വിഴിഞ്ഞം ഷട്ടിൽ, വിഴിഞ്ഞം, കാട്ടുപള്ളി, ഗംഗാവരം. ഇതെല്ലാം അദാനി ഗ്രൂപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന പോർട്ടുകളാണ്. അതുകൊണ്ടാണ് അവർ ഈ പേരും കൂടി നൽകിയിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മളെ ഒരിക്കൽ കൂടി MSc ഞെട്ടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ കഥയിലോട്ട് വരാം. നമ്മുടെ മന്ത്രി P. രാജീവ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല, കണ്ണടച്ച് പാല് കുടിച്ചത് മാതിരി അദ്ദേഹം ഒരു സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ദ ന്യൂ ലൊക്കേഷൻ കോഡ് INTRV. ഇതൊന്നും പറയാനല്ല, നമുക്ക് വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇവിടുത്തെ തൊഴിൽ, ഇവിടുത്തെ നിക്ഷേപങ്ങൾ, ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ നമ്മളെ കൊഞ്ഞനം കുത്തുന്ന രീതിയിൽ അധികാരമുണ്ടെന്ന് കരുതി എന്ത് തോന്നിയാസവും കാണിക്കാവുന്ന തരത്തിലാണ് ഇത്രയും നാളും ഈ പ്രോജക്റ്റിനെയും ഈ പേരിനെയും എല്ലാം തിരസ്കരിച്ച് തമസ്കരിച്ച വ്യക്തി വീണ്ടും ഇതൊന്നും അറിഞ്ഞുകൂടാത്ത മട്ടിൽ വീണ്ടും എഴുതുകയാണ്. ദ ന്യൂ ലൊക്കേഷൻ കോഡ് INTRV ഫോർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് നോട്ട് ഓൺലി അലയൻസ് വിത്ത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. ഇതൊരു താല്പര്യമാണെന്നറിയാമോ ഈ പ്രൊജക്ടിനോട്? നോട്ട് ഓൺലി അലയൻസ് വിത്ത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ബട്ട് ഓൾസോ റിഫ്ലെക്ട്സ് ദ ഐഡന്റിറ്റി ഓഫ് തിരുവനന്തപുരം. അടിയട സിമ്പൽ. തിരുവനന്തപുരത്തോട് ഇത്രയും താല്പര്യമുള്ള ഒരു മന്ത്രി 10 കൊല്ലം മുമ്പുള്ള റിപ്പോർട്ട് ഒന്നുകൂടെ അവതരിപ്പിക്കണോ മന്ത്രി? ഈ നഗരത്തെ നശിപ്പിക്കുവാൻ, തലസ്ഥാനത്തെ നശിപ്പിക്കുവാൻ താങ്കൾ മുൻകൈയെടുത്ത വിവരം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ദിസ് ചേഞ്ച് ഫുൾഫിൽസ് ദ റീസെന്റ് ഡിമാൻഡ് ഫ്രം മെനി നേറ്റീവ്സ്. മെനി നേറ്റീവ്സ് ഇത് മാത്രമല്ല ഡിമാൻഡ് ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങളുടെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പേര് മാറ്റം മാത്രമല്ല, കോഡ് മാറ്റം മാത്രമല്ല, പേര് മാറ്റുന്ന കാര്യത്തിൽ എന്താണ് സർക്കാരിന് തടസ്സം? ഇത് പേരിന് ഓട്ടോമാറ്റിക്കായിട്ട് വേറെ ആരെങ്കിലും പറഞ്ഞ് മാറിക്കഴിയുമ്പോൾ അന്നും പോസ്റ്റ് ഇടാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? നിങ്ങളിപ്പോൾ മാറ്റുക. നിങ്ങൾക്ക് ഈ നഗരത്തോട് താല്പര്യം ഉണ്ടെങ്കിൽ അത് അക്ഷയ് പ്രതികരിച്ചിട്ടുണ്ട്. ദ ഡിമാൻഡ് ടു ചേഞ്ച് ദ പോർട്ട് നെയിം ഓൾസോ ഷുഡ് ബി ഫുൾഫിൽഡ് ഇഫ് രാജീവ് മിനിസ്റ്റർ ഇസ് ദാറ്റ് മച്ച് കൺസേൺഡ് അബൌട്ട് ദി നേറ്റീവ്സ് ഹിയർ. ഈ നാട്ടുകാരെ കുറിച്ച് വല്ല താല്പര്യം ഉണ്ടെങ്കിൽ വിഴിഞ്ഞം പോർട്ടിന്റെ സ്ഥാനത്ത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന് പേര് നൽകണം, മാറ്റി നൽകണം. ഇവിടെ അദ്ദേഹം തുടരുകയാണ്. This change fulfills the recent demand from many natives to have the district name
ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു ദി കോഡ്. ഈ വൈകി വന്ന ബുദ്ധി എന്നൊക്കെ പറയും, ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടല്ലോ ഇതൊക്കെ. ഇവിടെയുള്ള സാധാരണ ചെറുപ്പക്കാർ, കൊച്ചു പിള്ളേർ വരെ ആവശ്യപ്പെട്ടല്ലോ ഈ NYY എന്ന് പറയുന്നത് ഈ പോർട്ടിന് യോജിച്ച കോഡല്ല. ആരും എഴുതിയിട്ടുണ്ട്. യൂറോപ്പിലിരിക്കുന്നവർ അവർ ചിരിച്ചു മരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു കോഡിന്റെ പേര് കേട്ടിട്ട്. നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഈ സാധാരണ ജനങ്ങളുടെ വികാരങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. മന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മഹാന്മാരാവുകയാണോ? സാധാരണക്കാരുടെ വികാരത്തിലോട്ട് താഴോട്ട് നിങ്ങൾ ഇറങ്ങി വരണം. അതാണ് പൊതുപ്രവർത്തകന്റെ ലക്ഷണം. By adopting the globally recognized TRV abbreviation, globally recognized ആണല്ലോ TRV abbreviation, Vizhinjam enhances Thiruvananthapuram's global presence and is set to transform Kerala's industrial sector. അവിടെ ഒരു കുത്തുണ്ട്. തിരുവനന്തപുരത്തെ പോർട്ടിന്റെ വെളിച്ചത്തിൽ അതിന്റെ കെയർ ഓഫിൽ കേരളത്തിന്റെ വികസനമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. കൊച്ചിയിൽ നടക്കാൻ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ് മീറ്റിലോട്ട് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് വിഴിഞ്ഞം പ്രോജക്റ്റിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു താങ്ങ് നൽകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംശയം, സെയിലിംഗ് കമ്പനിയുടെ ഒരു സംശയം, യുണൈറ്റഡ് നേഷന്റെ ഈ ബോഡി ഇത് മാറ്റാൻ ആവശ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇത് മാറ്റുമായിരുന്നു? നിങ്ങൾ മാറ്റുവാൻ ഈ അപേക്ഷ കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുക്കുമായിരുന്നെങ്കിൽ ഈ NYY എന്ന് പറയുന്ന ഒരു കോഡ് ഇവിടെ വരില്ലായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ നഗരം നശിച്ചു കാണണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണ് ഇപ്പൊ നിവൃത്തികേട് കൊണ്ട് മുട്ടിലെഴയുന്ന വിധത്തിൽ അവിടെ നിന്ന് കൊട്ട് കിട്ടിയപ്പോൾ കോഡ് മാറ്റി. ഇനി കോഡ് മാറ്റിയപ്പോൾ അതിൻ്റെയും കൂടി ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതാണ് മമ്മൂഞ്ഞുമാരുടെ കലാപരിപാടി എന്ന് താങ്കളുടെ ഈ സാമൂഹ്യ മാധ്യമത്തിലെ കുറിപ്പ് ഒന്നുകൂടി വ്യക്തമാക്കുന്നു. പോർട്ടിന്റെ കോഡ് മാറ്റിയാലും ഇല്ലെങ്കിലും വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ചിലരുണ്ട്. ചില ചെറുപ്പക്കാർ കേരളത്തിലുണ്ട്, ഇന്ത്യയുടെ പല ഭാഗത്തുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്, അമേരിക്കയിലുണ്ട്, ജർമ്മനിയിലുണ്ട്, UK-യിലുണ്ട്. അവരെല്ലാവരും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജർമ്മനിയിലെ അനീഷ് എഴുതി അവർക്ക്. അപ്പോൾ അവർക്ക് മറുപടി വന്നു. ആരാണ്? വെസൽ ഫൈൻഡർ എന്ന് പറയുന്ന ട്രാക്കിംഗ് സൈറ്റിന് ഉടനെ തന്നെ ഈ കോഡ് മാറ്റിയപ്പോൾ തന്നെ അനീഷ് എഴുതി, I have changed the port which is currently specified on our website as Vizhinjam Seaport India INNYY to Thiruvananthapuram ex Trivandrum India INTRV as per the provided UN law codes document. ഇന്നലെ തന്നെ അന്വേഷണം മറുപടി കൊടുത്തു. അവര് വളരെ കൃത്യമായി ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം നേരത്തെ ഇത് നേരെയാക്കുവാൻ, ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നേരെയാക്കുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ലക്ഷണമാണ്. വെസൽ ഫൈൻഡർ ആ കോഡ് ഇന്നലെ തന്നെ മാറ്റിക്കൊണ്ട് മറുപടി കൊടുത്തു. എഗെയിൻ വിക്കിപീഡിയയിലും അനീഷ മാറ്റം വരുത്താൻ ശ്രമിച്ചു. ദ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ലൊക്കേറ്റഡ് ഇൻ ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ട്രിവാൻഡ്രം. വിക്കിപീഡിയ ട്രിവാൻഡ്രം തന്നെയാണ്. ട്രിവാൻഡ്രം, കേരള. ലൊക്കേഷൻ കോഡ് UN/locode INTRV അടിയുടെ സിമ്പൽ. ഇത് നിങ്ങൾ എത്രത്തോളം തമസ്കരിക്കാൻ ശ്രമിച്ചാലും ഇവിടെ നാട്ടുകാർ, ചെറുപ്പക്കാർ, കൊച്ചുകുട്ടികൾ, അഭയം ഐസക്കിനെയും പോലുള്ള കുട്ടികൾ തുടർന്നും ജാഗ്രതയോടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അവർ ഇത്തരം മാറ്റങ്ങൾ നിങ്ങളെ കൊണ്ട് വരുത്തിച്ചിരിക്കും. ഏത് ഭരണകൂടങ്ങൾ അധികാരത്തിലിരുന്നാലും അവരെ കൊണ്ടൊക്കെ ശരിയായ പാതയിലോട്ട് അവര് നയിക്കും. ഒരു കയറ്റുമതിക്കാരൻ ചൈനയിലിരിക്കുന്നവരോട് സംസാരിച്ചത് സംബന്ധിച്ച്, കോഡ് മാറ്റത്തെ സംബന്ധിച്ച്, I insist on Jeffrey and Helen to opt our own MSC Jade service to INTRV for this consignment. അദ്ദേഹത്തിന്റെ കൺസൈൻമെന്റ് INTRV എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾ കണ്ടുപിടിക്കുന്ന പോർട്ടിലോട്ട് അയക്കണം എന്ന് ചൈനയിലിരിക്കുന്ന സുഹൃത്തിന് ഇറക്കുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്നയാൾ ആവശ്യപ്പെട്ടു. ഇങ്ങനെ പലതരത്തിലാണ് ഈ റിപ്പിൾസ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വിവരം അക്ഷയ് നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷയ്ക്ക് മറൈൻ ട്രാഫിക്കിൽ നിന്ന് കിട്ടിയ മറുപടി ഇങ്ങനെയാണ്: INNYY has been added as an alternative UN law code for the port as a temporary solution to meet your needs. കപ്പലുകൾ ഇങ്ങനെ വന്നു തുടങ്ങിയതുകൊണ്ട് നിങ്ങളുടെ താൽക്കാലിക ആവശ്യം നിറവേറ്റാനാണ് ഞങ്ങൾ ഈ പറയുന്ന NYY എന്ന് പറയുന്ന കോഡ് മറൈൻ ട്രാഫിക്കിൽ ചേർത്തത്. അപ്പോൾ സ്ഥിരമായിട്ടുള്ളത് അതല്ല എന്ന് അവർക്കറിയാമായിരുന്നു.
ഇവിടെ ഇരിക്കുന്ന മമ്മൂഞ്ഞുമാർക്ക് ഇതൊന്നും പിടികിട്ടിയിട്ടില്ല. ഇങ്ങനെയാണ് ലോകം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ലോകത്തോടൊപ്പം സഞ്ചരിക്കുവാൻ മലയാളികൾ, കേരളീയർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നവർ ഇനിയും പോരാടിക്കൊണ്ടിരിക്കും. ഭരണകൂടങ്ങൾക്ക് ഇനിയും തല മണ്ണിൽ പൂഴ്ത്തി വെച്ചുകൊണ്ട് മമ്മൂഞ്ഞുമാരായിട്ട് തുടരാം.